ഹലോ ട്രേഡേഴ്സ്, ഇന്നലെ കഴിഞ്ഞ ദിവസം വീക്കിലി അനാലിസിസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത എന്നും ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്ക് ഒരു നല്ല ബുള്ളിഷ് നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നല്ലൊരു ഇവിടെ ഈ ഒരു ലെവല് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനുശേഷം നമുക്ക് നല്ലൊരു അപ് ട്രെൻഡാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വീക്കിലി അനാലിസിസ് ചെയ്ത സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ് ട്രെൻഡ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്നും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഇതൊരു പൊളാൻ ഫ്ലാഗ് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇതിന്റെ ഒരു ലോ ബ്രേക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ചെറിയൊരു ഡൗൺ ട്രെൻഡ് കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡും കാണാൻ കഴിയുന്നതാണ്. സോ അതിന് അക്കോർഡിംഗ്ലി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് എടുക്കുന്നത് ബെറ്റർ. സോ ഇനി നിഫ്റ്റി ബാങ്കിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. അതിന്റെ മുമ്പ് നമ്മൾ നിഫ്റ്റി ബാങ്കിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. നിഫ്റ്റി ബാങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് എന്നും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇത് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണുള്ളത്. ഈ ഒരു ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. അതിനുശേഷം ഈ ഒരു മൊമെന്റം എനിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. സോ ഇതാണ് എൻ്റെ ട്രേഡ്സ്. ഞാൻ ഒരു 51,200 പി ആണ് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം നമുക്കൊരു 14,800 പ്രോഫിറ്റ് ആണ് ആ ഒരു ട്രേഡിൽ കിട്ടിയത്. പിന്നെ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ അങ്ങനെ ഇന്ന് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,000 സംതിങ് ആണ് ഇന്നത്തെ പ്രോഫിറ്റ്. അതിനുശേഷം ഈ കറക്റ്റ് ട്രെൻഡ് ലൈനിൽ വന്നിട്ടാണ് അടുത്ത സപ്പോർട്ട് എടുത്തത്. ഇവിടെ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തത് രണ്ടാമത് ഈ ഒരു ലെവലിൽ വന്ന സമയത്താണ് ഞാൻ എടുത്തത്. പക്ഷെ അതൊരു റോങ് എൻട്രി ആയിരുന്നു ആക്ച്വലി. കറക്റ്റ് ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ട്രെൻഡ് ലൈനിനെ. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ അങ്ങനെ ചെറിയൊരു ലോസ് നമുക്ക് ചെറിയൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരുന്നു ഞാൻ എൻട്രി എടുത്തത്. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം ഈ കറക്റ്റ് ആ ട്രെൻഡ് ലൈനിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഇനി നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 51,500 വരെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ താഴെയാണ് നമ്മളൊരു വരുന്നതെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ലെവലിൽ നിന്ന് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ ആക്ച്വലി ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാനുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു നല്ലൊരു എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇതാണ്. സോ എല്ലാവരും കഴിഞ്ഞ വീക്കിലി അനാലിസിസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഏകദേശം എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അങ്ങനെ നമ്മളുടെ ഇന്ന് ഒരു ടോട്ടൽ ഒരു 13,000 സംതിങ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഒരു ചെറിയൊരു ഈ ഒരു ട്രേഡ് ഒരു സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. സോ താങ്ക് യു.